ഹായ് ഫ്രണ്ട്സ്, രാക്കീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പാവം പിടിച്ചൊരു റെസിപ്പി ആയിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു കപ്പലണ്ടി മസാലയാണ്. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കാത്തൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. അതൊരു സീക്രട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി അല്ല, അത് പച്ച കപ്പലണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം. ഇത് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം വേണം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയാനായിട്ട്. മാക്സിമം തൊലിയൊക്കെ കളയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തൊലി ഇരുന്നാൽ നമുക്ക് ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് മാക്സിമം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അതിട്ട് കൊടുത്ത ശേഷം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചമാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പച്ചമാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള പച്ചമാങ്ങ നോക്കി തന്നെ എടുക്കുക. കാരണം നമ്മൾ നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്താൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കഴിച്ച് നോക്കി തന്നെ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങ കണ്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കാരണം പച്ചമുളക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനൊരു 1/4 സ്പൂണ് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മാത്രം മതി നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിതിലോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ അതുകൂടെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഓയിലെന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്, പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് മല്ലിയില ചേർക്കുവാണേ. മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ മിക്സിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങ ചേർത്തിട്ടുള്ള കപ്പലണ്ടി ചാറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വായോ ഒരു ചായയൊക്കെ ഇട്ട് നല്ല ചൂട് ചായയുടെ കൂടെ ഈ മഴ പെയ്യുന്ന സമയത്ത് വരാന്തലൊക്കെ പോയിരുന്നിട്ട് ഒരു തവിളി ചായയും ഒരു സ്പൂണ് ഈ നമ്മുടെ മാങ്ങ ചേർത്തിട്ടുള്ള കപ്പലണ്ടി മസാലയൊക്കെ കഴിക്കാനായിട്ട് വളരെ വെറൈറ്റി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും സാരമില്ല, പക്ഷേ ഇത് കാണുന്നവർ ദയവായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക് യു.